നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉപാധികളോടെ ജാമ്യം കിട്ടിയിരുന്നു. എന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പോറ്റി ഹാജരാവുകയാണ്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാകുന്നത്. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടുള്ള SITയുടെ റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. തിങ്കളാഴ്ച ഹർജിയിൽ വാദം കേൾക്കും. 110 ദിവസത്തിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ്വാരപാലക പാളി കേസിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം കിട്ടി. ഇതോടെയാണ് പോറ്റി ജയിൽ മോചിതനായത്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും സുധീഷിനും പിന്നാലെയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം കിട്ടിയത്. ജനുവരി 21-നായിരുന്നു പോറ്റിക്ക് ദ്വാരപാലക പാളി കേസിൽ ജാമ്യം കിട്ടിയത്. കഴിഞ്ഞ ദിവസം കട്ടിളപ്പാളി കേസിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കം കർശന ഉപാധികളുണ്ട്. ഇത് കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 11-ന് N വാസുവിനെയും 20-ന് CPI നേതാവ് പത്മകുമാർ അടക്കമുള്ള മറ്റു പ്രതികളുടെയും അറസ്റ്റ് നടന്ന് 90 ദിവസം പൂർത്തിയാകാൻ ഒരുങ്ങുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇരുവർക്കും കൂടി ജാമ്യം കിട്ടാനാണ് സാധ്യത. പ്രത്യേകിച്ച് സ്വാഭാവിക ജാമ്യം അത് കിട്ടും. പോറ്റിയുമായുള്ള ബന്ധത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് അടക്കമുള്ളവർക്കെതിരെ SIT അന്വേഷണം നടത്തുകയാണ്. അതിനിടെയാണ് പോറ്റി പുറത്തേക്ക് വരുന്നത്. ഇക്കാര്യത്തിൽ പോറ്റി എന്ത് വെളിപ്പെടുത്തൽ നടത്തുമെന്നതും ഏറ്റവും ശ്രദ്ധേയം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോറ്റിയെ കാത്ത് EDയുമുണ്ട്. നേരത്തെ 1 കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ EDയും ഉടനെ തന്നെ ചോദ്യം ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതോടെയാണ് പോറ്റിക്ക് നേരത്തെ സ്വാഭാവിക ജാമ്യം കിട്ടിയത്. ഇതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നിറങ്ങിയ പോറ്റിയെ ഭാര്യ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ സ്വീകരിച്ചു. ശബരിമല ക്ഷേത്ര ശ്രീകോവിലെ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യാഴാഴ്ച ജാമ്യം കിട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷയിൽ 2 ദിവസം നീണ്ട വിശദമായ വാദം കേൾക്കലിന് ശേഷമായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. എന്തായാലും ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ED പൂട്ടും. ED സമൻസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോറ്റിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സമൻസ് വരുന്ന ദിവസം ED നൽകിയേക്കും. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ചിരിയോടെയാണ് ജയിലിന് പുറത്തേക്ക് വന്നത്. പിന്നാലെ വീട്ടിൽ നിന്ന് വന്നവർ സ്നേഹാന്വേഷണം നടത്തി. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായിരിക്കുകയാണ്. എന്തായാലും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. അത് വരും ദിവസങ്ങൾ നിർണായകമായ മറ്റു ചില നീക്കങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യം, ചൊവ്വ വെള്ളി ദിവസങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളത്തിന് പുറത്തു പോകരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.